ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘം എന്ന സംഘടന തെരുവുനായ്ക്കളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആലുവ മുനിസിപ്പാലിറ്റിക്ക് സമർപ്പിക്കുന്ന പദ്ധതി മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത് നടപ്പിലാക്കണമെന്ന് പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് പറഞ്ഞു. ആലുവയിൽ 13 പേരെ തെരുവുനായ കടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട സംഘടന ആലുവ മുനിസിപ്പാലിറ്റിക്ക് മുമ്പിൽ നടത്തിയ സംഘടനാ ഭാരവാഹികളുടെ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനസേവ ഉള്ള ഈ ഭാഗത്ത് സിറ്റിക്കകത്ത് 13 പേരെ പട്ടി കടിച്ചെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഷോക്കാണ്. അപ്പോൾ ഞാൻ ഒരു ലേഖനം എഴുതാൻ വേണ്ടി പിന്നെ സുപ്രീം കോർട്ടിൻ്റെ വിധിയും മറ്റ് എല്ലാം നോക്കിയപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പട്ടി കടി കൊണ്ട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നത് എന്നാണ് എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പട്ടി കടി കിട്ടുന്ന സ്ഥലം കേരളമാണ്. ഇവിടെ ഞാൻ അതിനുവേണ്ടി ഒരു പ്രോജക്റ്റ് എഴുതുകയാണ്. അത് ഞാൻ പറയുന്നത് ജനസേവാ പ്രോജക്റ്റ്, ജോസ് മാവേലിയുടെ ജനസേവാ പ്രോജക്റ്റ് എന്ന തലക്കെട്ടിൽ വേണം ഇത് നോക്കാൻ. ഇതിനു വേണ്ടി പൈസ ചിലവാക്കാനും പിന്നെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാനും ആരും മുന്നോട്ട് വരാറില്ല. അവർ പറയാം അവർക്ക് ഞങ്ങളുടെ കാശില്ല. പക്ഷേ ഇതെന്ത് ചെയ്യും? എല്ലാ ദിവസവും ഇങ്ങനെ തെരുവ് നായ്ക്കൾ കടിച്ച് ആശുപത്രിയിൽ പോകുന്ന ആൾക്കാരുടെ ബഹളമാണ് ഇന്ന് കേരളത്തിൽ. ഒരിടത്ത് ഇലക്ഷൻ നടക്കുന്നുണ്ട്, വേറൊരിടത്ത് തെരുവ് നായിൻ്റെ കടിയാണ് നടക്കുന്നത്. ഇതിനൊരു ഒരു പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിന് ഈ പ്രോജക്റ്റ് മുന്നോട്ടെടുക്കണം. അതായത് എല്ലാവരും ജോസ് മാവേലി 1000 രൂപ വെച്ച് എല്ലാ മാസവും അർഹിക്കുന്നവർക്ക്, പാവങ്ങൾക്ക് ജനസേവയുടെ നാമത്തിൽ 1000 രൂപ ഇത് പട്ടിയെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്ന പാവങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിരിക്കും. മുനിസിപ്പാലിറ്റി തെരുവുനായ്കളെ പിടിച്ച് വന്ധീകരണത്തിന് ശേഷം സംഘടനയെ ഏൽപ്പിക്കുന്നതും സംഘടന ഈ തെരുവുനായകളെ താൽപ്പര്യമുള്ള BPL വിഭാഗത്തിലുള്ള കുടുംബങ്ങളെ ഏൽപ്പിക്കുകയും മാസം തോറും 1000 രൂപ പാരിതോഷികം നൽകുന്നതുമാണ് പദ്ധതി. ലഭ്യമാകുന്ന കണക്കനുസരിച്ച് രാജ്യത്ത് ഏറ്റവും കൂടുതൽ തെരുവുനായകളുടെ കടിയേൽക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും ടോണി ഫെർണാണ്ടസ് പറഞ്ഞു. ഈ പ്രൊജക്ട് ഇന്ന് മുനിസിപ്പാലിറ്റിക്ക് സമർപ്പിക്കുമെന്നും സ്വീകരിച്ചാൽ ഇന്നു മുതൽ ഇതിനുവേണ്ട നടപടികൾ എടുക്കുമെന്നും പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ജോസ് മാവേലി പറഞ്ഞു. ആക്രമണത്തിനെതിരെ ജനസേവ തെരുവുനായ വിമുക്ത കേരളം എന്ന സംഘടന ഒരു വലിയ പ്രൊജക്ട് ഇപ്പോൾ ആലുവ മുനിസിപ്പാലിറ്റിക്ക് കൈമാറുകയാണ്. ആ പ്രൊജക്റ്റിൽ ഞങ്ങൾ പറയുന്നത്, ഒരു തെരുവുനായയെ സംരക്ഷിക്കുന്ന BPL വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ഞങ്ങൾ 1000 രൂപ അവർക്ക് പാരിതോഷികമായിട്ട് നൽകും പ്രതിമാസം. അങ്ങനെ പ്രതിമാസം 1000 രൂപ വെച്ച് ഞങ്ങൾ കൊടുക്കുമ്പോൾ മുനിസിപ്പാലിറ്റി ചെയ്യേണ്ടത് തെരുവുനായ്ക്കളെ പിടിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഒപ്പം തന്നെ തെരുവുനായ്ക്കൾക്ക് വാക്സിനേഷനും വന്ധീകരണ വാക്സിനേഷനും എല്ലാം അവർ ചെയ്യണം. അങ്ങനെ ചെയ്ത് തെരുവുനായ്ക്കളെ അവർ തന്നെ കൈമാറണം. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ഞങ്ങൾ 1000 രൂപ വെച്ച് പാരിതോഷികം നൽകുകയുള്ളൂ. അത് പ്രതിമാസം ഞങ്ങൾ കൊടുക്കുവാൻ തയ്യാറാണ്. അതിന് ഞങ്ങൾ ഇപ്പോൾ മുനിസിപ്പാലിറ്റി ചെയർമാന് ഞങ്ങൾ അതിന് നിവേദനം കൊടുക്കുകയാണ്. ആ നിവേദനം അവർ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്നു മുതൽ അതിനുവേണ്ടിയുള്ള പൈസ കൊടുക്കുവാൻ തയ്യാറാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.